ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നമ്മുടെ പുതിയ വീഡിയോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡീമോൺ സ്ലെയറിന്റെ മൂഗൻ ട്രെയിൻ എന്ന് പറഞ്ഞ ആർക്കിനെ കുറിച്ചുള്ള റിവ്യൂ ആണ്. ഈ ഒരു ആർക്ക് ഉണ്ടല്ലോ, നമ്മുടെ ഡീമോൺ സ്ലെയറിന്റെ ഫസ്റ്റ് സീസണായി കണക്റ്റഡ് ആയിട്ട് വരുന്ന ആർക്കാണ്. ഫസ്റ്റ് സീസണിലെ ടാഞ്ചറോൺ, നെസുക്കോയും ഇനുസുക്കയും ഓടി ഒരു ട്രെയിനിലേക്ക് കയറുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കണക്റ്റഡ് ആയിട്ടാണ് ഇതിൽ വരുന്നത്. നമ്മുടെ ഈ ട്രെയിനിൽ റെങ്കോക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫിലിം 2020 ടോപ്പ് കളക്ഷൻ, ജപ്പാനീസിലെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു ഫിലിമായിട്ടാണ് ഈ ഫിലിം അറിയപ്പെടുന്നത്. അത്രയ്ക്ക് അടിപൊളി മേക്കിംഗ്, അത്രയ്ക്ക് അടിപൊളി കളർ ഗ്രേഡിയൻസ്, സ്റ്റോറി, പ്ലോട്ടിങ് ഒക്കെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ അത്രയ്ക്ക് അടിപൊളി. അതായത് മൂഗനിലേക്കുള്ള ട്രെയിനിലേക്കാണ് ഈ യാത്ര. അപ്പം അവർ നമ്മുടെ ഇനോസുക്കയും സെനിറ്റ്സു ടാഞ്ചറോ ഇവർ 3 പേര് ഓടി ട്രെയിനിലേക്ക് ഇടുന്നത്, ഈ ട്രെയിനിലേക്ക് ഇടുന്നു. അപ്പോൾ ഈ ട്രെയിനിൻ്റെ റെങ്കോക്ക് ഉണ്ട്, നമ്മുടെ എന്താണ് ടാഞ്ചറോൻ്റെ ഒപ്പം ടാഞ്ചറോൻ്റെ അനിയത്തി ആ ബോക്സിലുണ്ട്, നെസുക്കോ ആ ബോക്സിലുണ്ട്. അപ്പോൾ ഇവരൊക്കെ ട്രാവൽ ചെയ്യണം. അപ്പോൾ ഈ ഇതിലെന്താണ് കുറച്ച് സിവിലിയൻസ് ഉണ്ട്, അതായത് കുറച്ച് സാധാരണക്കാരായ നാട്ടുകാരുണ്ട്, ജനങ്ങൾ ആ ട്രെയിനിലുണ്ട്. അപ്പോൾ ഈ ട്രെയിൻ ഡീമൻസ് അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതായത് ഡീമൻസ് കയറി അറ്റാക്ക് ചെയ്യണം. അപ്പോൾ ഈ ട്രെയിനിൽ നമ്മുടെ റെങ്കോക്ക് ഉണ്ട്. റെങ്കോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഹാഷിറ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡീമോൺ സ്ലെയറിൻ്റെ തന്നെ ഏറ്റവും വലിയ ഹയർ റാങ്കിങ്ങിലുള്ള ടീംസാണ്. അതിലെ ഫ്ലെയിം ഹാഷിറാണ് നമ്മുടെ റെങ്കോക്കുവിൻ്റെ ഒക്കെ അത്ര അടിപൊളി ക്യാരക്ടർ ബിൽഡിംഗ് ആണ് റെങ്കോക്കുവിന് കൊടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമാവുന്ന ഒരു ക്യാരക്ടർ, നല്ലൊരു പേഴ്സണാലിറ്റി. ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് അത്രയും നമുക്ക് ശരിക്കും ബഹുമാനം തോന്നുന്ന ഒരു ക്യാരക്ടറാണ് റെങ്കോക്കുവിൻ്റെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ സിനിമ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, നല്ല സ്റ്റോറി കഥ, നല്ലൊരു കഥ. അപ്പം നമ്മുടെ ജെനിറ്റ്സുവിൻ്റെ ഇനോസുക്കേൻ്റെ ചില കോമഡികളൊക്കെ ഉണ്ട്. നമ്മൾ ജെനിറ്റ്സു നമ്മുടെ നെസുക്കോനെ കണ്ടിട്ട് നെസുക്കോനോട് ഇഷ്ടം തോന്നുന്നുണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നെസുക്കോൻ്റെ ഒക്കെ ഫൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൽ നെസുക്കോ എന്താണ് ഡീമനെതിരായിട്ട് നിൽക്കുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ട്രെയിൻ തന്നെ മൊത്തത്തിലൊരു ട്രെയിൻ തന്നെ ഡീമണായിട്ട് മാറുന്ന ഭാഗങ്ങളുണ്ട്. ഡീമൺ അറ്റാക്ക് ചെയ്യുന്ന സീൻ, കാരണം ഡീമൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ റാങ്കിലുള്ള ഡീമണൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ കുറേ ഡീമൺസ് വരുന്നുണ്ടല്ലോ ഇതിൽ. അപ്പോൾ അവരായിട്ടുള്ള ഫൈറ്റ്, നമ്മുടെ കുറച്ച് ബാക്ക് സ്റ്റോറികൾ കാണിക്കേണ്ടത്. റെങ്കോക്ക് ഇങ്ങനെയാണ് നമ്മുടെ ടാഞ്ചറോടെ ഫൈറ്റിങ്, അതായത് ഫയർ ബ്രീത്തിങ് സ്റ്റൈൽ കണ്ടിട്ട് റെങ്കോക്ക് ആലോചിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതൊക്കെ കഥകളാണ്, അതൊക്കെ ഇനി സീക്രട്ട് ഇങ്ങനെ വെച്ചൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ മുന്നിലേക്ക് പോകുന്തോറും, നമ്മുടെ കഥകൾ മുന്നോട്ട് പോകുന്തോറും അതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ റിവ്യൂ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നല്ല രീതിക്ക് അങ്ങനെ പോകണം. അപ്പോൾ ലാസ്റ്റ് ഡീമോൺസിനൊക്കെ അടിച്ചൊതുക്കി നമ്മൾ ലാസ്റ്റ് പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അത്രയും നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കൊളുത്തി പിടിച്ച് വലിക്കുന്നൊക്കെ പറയില്ല, അങ്ങനെ. ഇപ്പോഴും ഞാനത് കണ്ടിട്ട് എനിക്കിപ്പോഴും ആ ഒരു ലാസ്റ്റ് വരുന്ന സീൻ എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് വരില്ല. കാരണം അത്രയ്ക്ക് ഇഷ്ടമാവും. നമുക്ക് ചില സമയം നമ്മുടെ കണ്ണൊക്കെ നിറയണ ഒരു ഭാഗമാണ് അതിലുള്ളത്. നമുക്ക് കാരണം അത്രയും കണക്റ്റഡ് ആയിട്ടുള്ളവർക്കാണ് അത് അങ്ങനെ ഫീൽ ചെയ്യുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടു നോക്കാൻ ഞാൻ പറയും. കാരണം ഈ മൂഗൻ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ആർക്ക് മിസ്സാക്കരുത്. അപ്പോൾ ഞാൻ അതിൻ്റെ പേരിലാണ് കൂടുതലായിട്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാത്തത്. കാരണം നിങ്ങൾ കാണുമ്പോൾ കണ്ട് അതിൻ്റെ ഫീല് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട്. അല്ലാണ്ട് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ത്രില്ലൊന്ന് പോകുമല്ലോ. അപ്പോൾ ആ സസ്പെൻസ് അതായിട്ടിരിക്കട്ടെ, നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്ന കഥയാണ്, നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ അറിയിക്കുക, കമൻറ്റ് ബോക്സിൽ കണ്ടവരാണെങ്കിൽ അതും പറയുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നാം വീണ്ടും വരുന്നത് വരേക്കും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്, ബെല്ലൈക്കനൊക്കെ അടിച്ചു വെച്ചോ, ആവശ്യം വരുന്നേ. ബൈ ബൈ.